രാത്രി 12 മണിക്ക് ഉള്ള ഒരു കേക്കിൽ മെഴുകുതിരി വെച്ച് പ്രകാശം ഊതിക്കെടുത്തി മുറിച്ച് കഴിക്കുകയായിരുന്നു. അങ്ങനെയാണ് ബർത്ത്ഡേ തുടങ്ങിയത്. പിറ്റേ ദിവസം രാവിലെ നാൾ വെച്ചുള്ള പിറന്നാളും ഡേറ്റ് ഓഫ് ബർത്തും ഒരുമിച്ചായതിനാൽ വിളക്ക് കൊളുത്തി പ്രകാശം പരത്തി ദിവസം തുടങ്ങി. പ്രാർത്ഥിച്ച് എല്ലാവരുടെയും വിഷസും കോൾസും ഒക്കെ അറ്റൻഡ് ചെയ്ത് ഞാനൊരു ഊണ് ഓർഡർ ചെയ്തു. ഇത് ആന്ധ്ര മീൽസാണ്. നേരത്തെ ഷോർട്സിൽ നിങ്ങൾക്ക് കാണാം. ഒരു സദ്യയ്ക്ക് പകരം ഒരു വ്യത്യാസത്തിന് സ്പെഷ്യൽ പായസം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഓട്സ് പായസമായിരുന്നു. സദ്യ തരക്കേടില്ലായിരുന്നു. ഞാനൊരു ഇലയിലൊക്കെ ഒപ്പിച്ചു. ഇവിടെ കേരള സദ്യ കിട്ടാൻ പാടാണ്. പോയി കഴിക്കാൻ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് പറ്റിയില്ല. ഊണ് കഴിഞ്ഞ് ഞാൻ കേക്ക് ഓർഡർ ചെയ്തു. കേക്ക് ഉദ്ദേശിച്ച കളറിലാണ് വന്നത്. എന്നിട്ട് ഞാൻ പോയി ഡ്രസ്സ് ചെയ്ത് വന്നു. കേക്കിന് മാച്ചായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടു. വാങ്ങിച്ച മാലയും ബാനറും ഒക്കെ കെട്ടി കുറച്ച് പോസ് ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്തു. ഗ്രേപ്സ് ജ്യൂസാണ് കയ്യിലുള്ളത്. മാച്ചായതുകൊണ്ട് ഞാൻ ചുമ്മാ രസത്തിന് ജ്യൂസും കൂടെ അടിച്ചിരുന്നു. അങ്ങനെ തോരണമൊക്കെ തൂക്കി കേക്കൊക്കെ റെഡിയാക്കി പിന്നെയും പ്രകാശം ഊതിക്കെടുത്തി ഞാൻ ഈ കേക്കും മുറിച്ച് കുറച്ച് പ്രഹസനങ്ങളൊക്കെ നടത്തി അങ്ങനെ ആ ബർത്ത്ഡേ ആഘോഷം കഴിഞ്ഞു. സാധാരണ ഞാൻ സോളോ ട്രിപ്പോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ട്രിപ്പൊക്കെ പോകാറുണ്ട് ബർത്ത്ഡേക്ക്. പക്ഷേ ഇപ്രാവശ്യം വീക്ക് ഡേ ആയതുകൊണ്ടും ബിസി ആയതുകൊണ്ടും 2 ബർത്ത്ഡേ ഒരുമിച്ച് വന്നതുകൊണ്ടും വീട്ടിൽ തന്നെ ആഘോഷിച്ചതാണ്.